ഹലോ ഗായ്സ്, സ്യാബാണ്, പാങ്ങാടൻ സ്യാബ്. ഇപ്പൊ നേരം 5:45 AM ആണ് കേട്ടോ. ഈ നേരത്തെ ഞാൻ എങ്ങോട്ടാ പോണെന്ന് വെച്ചാല് ഞാൻ മസിലിന്റെ വീടിലേക്ക് പോവാണ്. അതായത് ജിമ്മിന് പോവാണ് എന്നർത്ഥം. ഒരുപാട് കാലമായി 1-ാം തീയതി പോണം എന്ന് പറയണു. 1-ാം തീയതി ഇങ്ങനെ കഴിഞ്ഞു പോവാന്നല്ലാതെ ജിമ്മിന് പോക്ക് ഇതുവരെ നടന്നിട്ടില്ല. ഒരു തീരുമാനം അങ്ങോട്ട് എടുത്തു, ജിമ്മിനാണ്ട് പോവാ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നമ്മളെ മേലാറ്റൂരത്തെ അൾട്ടിമേറ്റ് ജിമ്മില് ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുന്ന ദിവസമായിട്ടൊന്ന്. അപ്പൊ നമ്മളെ ട്രെയിനർ നമുക്ക് കാണിച്ചു തരാണ് അവിടുത്തെ ഓഫറുകളൊക്കെ കേട്ടോ. അതായത് നമ്മൾ 3 മാസത്തേക്കല്ലേ ആ സംഭവം നമ്മൾ എടുത്തു. അപ്പൊ നമ്മൾ ഒരുപാട് കാലത്തെ ആഗ്രഹം ഉണ്ടല്ലോ, ഇന്നാണ്ട് സഫലായി കേട്ടോ. ആഗ്രഹം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി, പക്ഷെ നമ്മൾ അതിനാരും മെനക്കെടൂല. അതാണ് അതിന്റെ സത്യം. ഇതാണ് നമ്മളെ ജിമ്മിന്റെ ട്രെയിനർ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ജിമ്മിന്റെ ഉൾവശം കേട്ടോ. ഞങ്ങൾക്ക് ആർക്കെങ്കിലും മസില് വേണോ അന്ന് അങ്ങോട്ട് പോന്നോളി കേട്ടോ. അവിടെ ചെന്നപ്പോ ഒരുപാട് അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ചെന്ന സമയം 5:45 6 മണി ആയതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വരുന്നത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോ ആൾക്കാർ ഏറെക്കുറെ വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ഡേ ആണ്ട് കഴിഞ്ഞു. 7:15 ആയപ്പോ ഞാൻ പോന്നു. നമുക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ, ആ സമയമായി. മൊത്തത്തിൽ അവിടെ ഇവിടെ ഒക്കെ ഒരു ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു. തുടക്കല്ലേ, അതൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ അതിന്റെ എഫക്ട് ഒക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെയാണല്ലോ, ചെയ്യാത്ത പണി ചെയ്യുമ്പോ അതിന്റേതായിട്ടുള്ള എഫക്ട് ഉണ്ടാവും. അങ്ങനെ കഴിച്ച് ഞാൻ വീട്ടിലെത്തിട്ടോ. ഇതിന് സമയം 7 ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോ നമുക്ക് കുളിക്കണം, ചായ കുടിക്കണം, പിന്നെ കമ്പനിക്ക് പോകണം. അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോ പെണ്ണുങ്ങൾ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ടാവും. കണ്ടിട്ട് ഇറാന്റെ മിസൈലാണെന്ന് കരുതണ്ട കേട്ടോ നിങ്ങള്. എനിക്ക് പഴം പുഴുങ്ങാൻ വെച്ചാണ്. ജിമ്മിനൊക്കെ പോക്ക് തുടങ്ങിയല്ലേ. പിന്നെ പഴം പുഴുങ്ങണം എന്നാണ് നമ്മളെ ലീക്ക് ബീരാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാലും എത്ര അതിനൊരു കോശി ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? വല്ലാത്തയായി തിന്നപ്പോഴാണ് മനസ്സിലായത് അത് ശരി തന്നെയാണ്. ഇമ്മ നമുക്ക് ഉണ്ടാവല്ലോ, ചോറൊക്കെ റെഡിയാക്കിയിരിക്കണു. ഇതാ മീൻ പൊരിച്ചോണ്ടിരിക്കണു കേട്ടോ. നല്ല മത്തി ഇങ്ങനെ എണ്ണയിൽ കടന്ന് ഇങ്ങനെ പൊരിഞ്ഞോണ്ടിരിക്കണു. മത്തി പൊരിച്ച തലയിലും വേറെ ലെവലാണ്. അങ്ങനെ നമ്മൾ റെഡിയായി കമ്പനിക്ക് വന്ന് നിൽക്കണം കേട്ടോ. അങ്ങനെ കമ്പനിക്ക് വെച്ചു കൊടുത്തു. കമ്പനിക്ക് പോയാണ്ട് വണ്ടി പറക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു മൈന. പടച്ചോനെ, ഒരു മൈനുള്ളൂ. പഴയ നഷ്ടാളിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കിളിവാരി നിൽക്കുമ്പോഴാണ് കിടക്കണു രണ്ടാമത്തെ മൈന അപ്പുറത്തുണ്ട് കേട്ടോ. മക്കളെ മനസ്സിന്റെ ഉള്ളിൽ ലഡ്ഡാണ് പൊട്ടി. സംഗതി ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്നുണ്ടെങ്കിലും നമ്മളെ ചെറുപ്പത്തിൽ എല്ലാവരും അനുഭവിച്ചു പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അങ്ങോട്ട് മറക്കാൻ പറ്റൂല. കാരണം നമ്മളെ ചോറ്റുപാത്രം കേട്ടോ വീട്ടുകാരാക്കി തന്നാണ്. ഇതിന്റെ കുറച്ച് ഇപ്പുറത്ത് വണ്ടി നിർത്തിയാണ്ട് നമ്മൾ അങ്ങോട്ട് നടന്ന പോലെയാണ് സാധാരണ കേട്ടോ. അവിടെ ചിലപ്പോൾ വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തി പോണത്. ഇനി ഒന്നും ഇല്ലാത്തൊരു ഉന്മേഷം കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ എക്സസൈസും വ്യായാമം ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. ഇപ്പൊ അതൊക്കെ ചെയ്തോണ്ടാക്കാരം. അപ്പൊ അതാ കാണും നമ്മളെ കമ്പനി കേട്ടോ. സമയം 8:05 ആയിട്ടോ. ഇപ്പൊ കഴിച്ച് നമ്മളങ്ങനെ കമ്പനിയിൽ എത്തിട്ടോ. ഇതാ കിടക്കണ നമ്മളെ ചെറുക്കൻ കിടക്കണ കിടപ്പ് കണ്ടാ. അതിനൊക്കെ നമ്മൾ തലേന്ന് തന്നെ കയറ്റി വെക്കിട്ടോ. നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി ആരംഭിച്ചു. ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. കുറച്ച് ആൾക്കാരൊക്കെ പോവുകയും ചെയ്തുകൊണ്ടോ. അപ്പൊ കഴിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോസ് കാണട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നായിക്കോട്ടെ.